വേണം വരാം. കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ നമ്മൾ അവർ മുഴുവൻ തന്നെ പിന്നെ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം നമ്മൾ വന്നാലിട്ടത്. അതെ, ഈ ഡേറ്റിന് മാറ്റാൻ പറ്റുമോ? അതെന്താ 20-ാം തീയതി പാസ്പോർട്ട് കൊടുക്കാൻ നാട്ടിലേക്ക് പോകും. മാറ്റി വയ്ക്കാൻ ഒരു നിർദ്ദേശിക്കുക. അതുകൊണ്ടാ ചോദിക്കുന്നത് ഈ ഡേറ്റിന് ചെറുതായിട്ട് മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം അതിന്റെ കെട്ടോളി മോറി ഉയ്യാപ്പ അവന്റെ അമ്മയുടെ നിങ്ങൾ എന്താ പറഞ്ഞു? അവന്റെ പേര് പറഞ്ഞിട്ട് എന്നെ പൊന്നേന്നൊരു പെണ്ണിനെ വളർത്തിക്കൊണ്ടുവന്ന അവളുടെ പുറകെ നടന്ന് കയ്യും കലാശവും കാണിച്ച് അവളെ വളർത്തെടുത്തു. പെണ്ണ് കടലിൽ കാണിച്ച് ആവുമെന്ന് പറഞ്ഞപ്പോ ആ പിശാച് ഞെട്ടി വിട്ടു. കൊടുത്ത സ്ത്രീകളും കാറ്റി പറഞ്ഞു. പെണ്ണ് പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് കരുതി കുറെ കാലത്ത് പിന്നെ ആ കാശ് അവസാനം കാറ് വാങ്ങാനൊന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി. അവസാനം കാറില്ല. ആ കാശ് ഞാൻ ചോദിച്ചപ്പോ അവൻ എന്റെ മോളെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാ, ഇവിടെ പണയായിട്ട് ഇവിടെ നിന്നോട്ടെ, ഞാൻ കാശ് തന്നെ തീർച്ചിട്ട് ഈ സാധനത്തിന് എടുത്തൊന്ന് പോകുന്നത്. അത് എവിടുത്തെ ന്യായമാണ്? അവസാനം എന്താക്കി? എന്റെ കയ്യിൽ അവനെടുത്ത് തിരികെ ഞാൻ അവനെ നീയും മുഴുകിട്ട് വിടോ കഷ്ടായിപ്പോയി. കുറുക്കി വെച്ച് വരണം. അപ്പൊ അതിനെ ഏതായാലും കുറിയൊക്കെ കുത്തിക്കാൻ വന്ന് കുത്തിയെടുക്കും. കുത്തിയെടുക്കണം. ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതോ ഞാൻ അറിയട്ടെ. ഹലോ, മീനാക്ഷി, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിരുന്നു. വൈകിട്ട് വീട്ടിലേക്ക് വരാം. അതിനായിട്ട് ദുബായി പോകും. ഒരു ബാങ്ക് മീറ്റിംഗ് ഉണ്ട്. നന്നായി. ഞാനും ഇത്തിരി ബിസിയാണ്. ഡ്രൈവ് ടാക്സി. ഓക്കെ, ബൈ. ടാക്സി. Yes. Sir, is it? It's on left. Yes, sir. That's the middle of the road. അത് ശരി. അപ്പൊ അത് വളരെ ദൂരം കള്ളമായിരുന്നല്ലേ? Yes, sir. He's outside waiting for your blessing. അവനെ ഇങ്ങോട്ട് വയ്ക്കാം. ഞാൻ അനുഗ്രഹിച്ചോളാം. Yes, sir. ക്യാമറയുടെ സിസ്റ്റം മുഴുവൻ ചെക്ക് ചെയ്തു. പെർഫെക്റ്റ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒപ്പിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ജോലി. പട്ടിയുടെ പാല് പണ്ടീരാണ്ട് ചില കുഴലിട്ടാലും വളരെയിരിക്കും. അതിപ്പോ പട്ടിയിലായാലും നമുക്ക് വിളിക്കാൻ പറ്റും. നീ എന്താ പറഞ്ഞത്? പ്രത്യക്ഷം വന്നപ്പോ ദുബായ് കമ്പനി പണിക്കാരെ കുറച്ചപ്പോ നിന്നെ പണിവായെന്നല്ലേ? നിന്നെ പിടിച്ച് പോയിന്റെ എന്നിട്ട് ഇവിടെ വന്ന കുടുംബം കുഴപ്പമായും ഉമ്മയുടെ ഒപ്പം പറഞ്ഞ് ഏറ്റവും ജോലി അടിച്ചെടുക്കാൻ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ ഇനി ഞാൻ സത്യം പറയാൻ തോന്നുന്ന എന്നെയൊക്കെ കുത്തിക്കരുത് വായിക്കാറ്. നീ ഇവിടെ നിലയിച്ചപ്പോ നമ്മൾ കാണുന്ന കരുതൽ എന്റെ തെറ്റ് ശരിപ്പെടുത്ത്. എന്നെ ചെറുപ്പത്തി കഴിയും. ഈ കൂട്ടസൂട്ടും കയ്യൊക്കെ മാന്യമായിട്ട് പെരുമാറുന്നത്. ഈ പണി കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം വേറൊരു പണി എനിക്കറിയില്ല. വേറൊരു പണിയെ സർട്ടിഫിക്കറ്റില്ല. വേറൊരു പണി അറിയാല്ല. മോശം വിളിച്ചത് അതുകൊണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി യാതൊരു എനിക്ക് അനുഭവമില്ല. പഴയ കാലമൊക്കെ സാധിച്ചത് വേണ്ടാത്തോ നീ എന്നെ ഓർമ്മിക്കണം. ഇവിടെ നല്ല എനിക്ക് പണിയുടെ ഓരോ നിന്നെ പണിയെടുക്കാൻ ഇറങ്ങുന്നു. അവനെ പുറത്തിറങ്ങും. അവിടെ ഇറങ്ങണം. ഇങ്ങനെ നോക്കിപ്പോയിരിക്കണം. നോക്കിപ്പോയിരിക്കും. Sir, what? Just want to inform you that Dubai is careful. You don't have to go. Okay.
വണ്ടി നിർത്തണം. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്നെ തലത്തിൽ കണ്ണിക്കൂടെ പുറത്തു ചോറാതിന്റെ പെട്ടി എടുക്കാം. ഇതിനൊക്കെ എന്ത് വേണം? എന്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ദിവസമാണ് കുക്കളേറ്റി ആത്മഹത്യ ചെയ്തവരാണ്. നീ ഏതായാലും ഈ ലോകത്തിൽ ഫലമാണ്. നിന്നെ ഞാൻ കൊല്ലും. ഒരാത്മഹത്യ ഒരു ഫലമാണ്. നമ്മൾ എന്നിട്ട് വയ്ക്കാം. ഇതൊക്കെ മണ്ണിലെത്ത് നിർത്തിയില്ലെങ്കിൽ ഒന്നുമതി നിന്റെ വെടി കൊണ്ട് ജയിച്ചാവും. അത് കഴിഞ്ഞ് ഈ മഞ്ഞ എവിടേക്ക് ഇടിച്ചു വന്ന് നീച്ചാവും. നീയല്ല നമ്മൾ എന്നിട്ട് വീണ്ടും ചിരിക്കും. പെണ്ണ് എന്ന് വെച്ചാൽ അത് ഇല്ലാത്തൊരു സ്ഥലത്ത് ആരും പൊട്ടി വീഴ. എനിക്ക് ഞാനിപ്പോ ചാവുക. നീ ചാടിച്ചാവണോ എരിച്ചു ചാവണം എന്നൊക്കെ നീ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അവരുടെ കൂട്ടുകാരൻ്റെ ഒരു സെക്കൻഡ്